അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് സഹോദരിമാരുണ്ട് നമ്മളെ ഇടയിൽ അല്ലേ? മക്കളില്ലാത്ത അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ദുആയും ഈ ഒരു സൂറത്തും പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സഹോദരിമാർ ഉള്ളിൽ വേദനയോടുകൂടി ജീവിക്കുകയാണ്. മക്കളില്ല എന്ന പേരിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുമുണ്ട്. ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും എല്ലാം. ബട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഫേസ് ചെയ്യുന്ന ഈ ബുദ്ധിമുട്ടും അതേപോലെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരും അവരവിടെ പറയട്ടെ. നമുക്ക് എന്താണോ വിധിച്ചേക്കുന്നത് അതേ അള്ളാഹു തരുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കണ്ണുനീരിന് അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു സങ്കടത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടിന് നല്ലൊരു സന്തോഷം നിങ്ങൾക്ക് അള്ളാഹു തആല എടുത്തു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എത്ര വർഷമാണോ 5ഉം 10ഉം വർഷമായ സഹോദരിക്കുണ്ട്, അവരൊന്നും ഒരിക്കലും ദുആ എന്നുള്ളത് സ്കിപ്പ് ചെയ്യരുത്. പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കും. ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ, ഇത് നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. നിങ്ങൾ നിങ്ങളുടെ ദിക്റും നിങ്ങളുടെ ഖുർആനും നിങ്ങൾ കൈവിടാതെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. നിങ്ങളുടെ ഈമാൻ സ്ട്രോങ് ആക്കുക. പറ്റുമെങ്കിൽ തിങ്കളാഴ്ചൻ്റെയും വ്യാഴാഴ്ചൻ്റെയും നോമ്പുകൾ അനുഷ്ഠിക്കുക. നിങ്ങൾക്ക് എന്താണോ നല്ലത്, എന്താണോ നിങ്ങൾക്ക് ഗുണമുള്ളത്, അത് മാത്രമേ അള്ളാഹു തആല നമുക്ക് തരുകയുള്ളൂ. അത് നിങ്ങൾ ചിന്തിക്കുക. ഇനി നമുക്ക് നമ്മുടെ ദുആയിലേക്ക് പോവാം. യാ ഹാലിഖു യാ അള്ളാ, യാ ബാരിഉ യാ അള്ളാ, യാ മുസവ്വിറു യാ അള്ളാ. ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുക. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രമാത്രം നിങ്ങൾ ചൊല്ലുക. എത്രയാണോ നിങ്ങൾക്ക് നെയ്യത്താക്കാൻ പറ്റുന്നത് അത്രമാത്രം നിങ്ങൾ അത് ഓതുക, അധികരിപ്പിക്കുക ഈ ദിക്റുകൾ. അതോടുകൂടെ തന്നെ സൂറത്തുൽ ഫത്താഹ് 21 തവണ നിങ്ങൾ ഓതാൻ ശ്രമിക്കുക. നിസ്കാര ശേഷം തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല ഉത്തമം. അല്ലെങ്കിൽ നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. തഹജ്ജുദ് നിങ്ങൾ ഇനിയും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം വലിയൊരു നഷ്ടമാണ്. നിങ്ങൾ തഹജ്ജുദ് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം 21 സൂറത്തുൽ ഫത്താഹ് നിങ്ങൾ ഓതുക. അള്ളാഹുവിനോട് നിങ്ങൾ കാഠിന്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരുന്ന് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ആ സമയത്ത് ചോദിക്കുക. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും അള്ളാഹു തആല മാറ്റും. തഖ്വയോട് കൂടിയുള്ള പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കുന്നതാണ്. നിങ്ങൾ സുബഹി നിസ്കാരത്തിന് മുമ്പ് എണീറ്റിട്ട് നിങ്ങൾ ദുആ ചെയ്യൂ. അള്ളാഹു തആല നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും. ആ സമയത്ത് അള്ളാഹു തആല നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും ആ ഒരു സമയത്ത് എണീക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ആ സമയത്ത് എണീക്കാത്ത സഹോദരിമാരാണെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.